السلام عليكم ورحمة الله وبركاته. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار صدق الله مولانا العظيم. سئل رسول الله صلى الله عليه وسلم من أعبد الناس فقال العاقل صدق رسوله الأمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മദ്യവും മയക്കുമരുന്നും ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ, നാശങ്ങൾ, നഷ്ടങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മളിവിടെ വിവരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, നാശങ്ങൾ, നഷ്ടങ്ങൾ, മാനഹാനി അടക്കമുള്ള നഷ്ടങ്ങളുടെ കണക്ക് നമ്മുടെ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും ആ മേഖലയിൽ നിന്ന് രാജിയാകാതെ കള്ളും കഞ്ചാവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കനത്ത താക്കീതും ഖുർആനിൽ നിന്നും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തുകൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങളെ കർശനമായി വിലക്കിയത്? എന്തുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം സമ്പൂർണ്ണ മദ്യനിരോധനം ലോകത്ത് കൊണ്ടുവന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്ലാം ബുദ്ധിയുടെ ശാസ്ത്രമാണ് എന്നതാണ്. ഇസ്ലാമിൻ്റെ ബേസ് തന്നെ, അടിത്തറ തന്നെ അൽ അഖ്ലു, ബോധമാണ്, ബുദ്ധിയാണ്. ബുദ്ധിയുടെ നാശം ഒരർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നാശമാണ്. ഒരാൾ അല്ലാഹു തന്നിരിക്കുന്ന വിവേകവും ബോധവും ബുദ്ധിയും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് മനഃപൂർവം തകർത്ത് കളയുമ്പോൾ ആ വ്യക്തി അയാളിലെ ഇസ്ലാമിനെയാണ് വാസ്തവത്തിൽ തകർക്കുന്നത്. നോക്കൂ നിങ്ങൾ, സത്യവിശ്വാസികളായ നമ്മളൊക്കെയും സദാ ബോധവാന്മാരാകണം. അല്ലാഹു തന്ന ബുദ്ധി യഥാവിധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നിർബന്ധമായ കർമ്മങ്ങൾ, ഇബാദത്തുകൾ നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത എണ്ണത്തിൽ മാത്രം മതി നമുക്ക്. നിർബന്ധമായ നിസ്കാരം 5 നേരം നിർവഹിച്ചാൽ മതി. വ്രതാനുഷ്ഠാനം വർഷത്തിലെ ഒരു മാസക്കാലം ആചരിച്ചാൽ മതി. നിർബന്ധമായ സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ നൽകിയാൽ മതി. നിർബന്ധമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിച്ചാൽ മതി. അങ്ങനെ നിർബന്ധമായ ആരാധനാനുഷ്ഠാനങ്ങൾ നിശ്ചിത സമയങ്ങളിൽ, നിശ്ചിത ഘട്ടങ്ങളിൽ മാത്രം മതി. എന്നാൽ ബോധമോ, നമ്മുടെ ചിന്തയോ, നമ്മുടെ ബുദ്ധിയുടെ ഉപയോഗമോ അത് സദാ നിലനിൽക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച, തൃപ്തിപ്പെട്ട, വാഴ്ത്തിപ്പറഞ്ഞ വിഭാഗം ഉലുൽ അൽബാബ്. ആരാണ് ഉലുൽ അൽബാബ്? ദവുൽ ഉഖൂൽ, ബുദ്ധിമതികളായ ആളുകൾ, ബുദ്ധി ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ് വാഴ്ത്തിയത്, പ്രശംസിച്ചത്, അംഗീകരിച്ചത്. ആരാ ബുദ്ധിമാന്മാർ? ഉലുൽ അൽബാബ് ആരാണ്? അള്ളാഹു ആലു ഇമ്രാൻ സൂറത്തിന്റെ 191 ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആരാണ് ബുദ്ധിയുള്ളവരെന്ന്.
അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, സദാസമയങ്ങളിലും നൃത്തത്തിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഓർമ്മയുള്ള ആളുകൾ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, അവന്റെ സൃഷ്ടിജാലങ്ങളിൽ, സൃഷ്ടി സംവിധാനത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. ദിക്ർ മാത്രമല്ല, ഫിക്ർ, ചിന്തയുള്ള ആളുകൾ. ഓർമ്മ മാത്രമല്ല, ചിന്തിക്കുന്ന ആളുകൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, സപ്തവാനങ്ങളുടെ സൃഷ്ടിപ്പ് സംവിധാനം, ആകാശലോകങ്ങൾ, ആകാശമണ്ഡലങ്ങൾ, ഭൂമി, ഇതിൻ്റെയൊക്കെ ഘടനയും സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ. ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്? സൂറത്ത് ഖാഫിലുണ്ടല്ലോ, അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ. രാഘവൻ നായർ അമൃതവാണിയിൽ സൂറത്ത് ഖാഫിലെ ഈ ആയത്തിന് അദ്ദേഹം കവിത രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്, അമ്പരം കാണുന്നതില്ലയോ പാപികൾ, ശില്പവൈദഗ്ധ്യം നിരീക്ഷിപ്പതില്ലയോ, വൈചിത്രമേറുന്നൊരാകാശമണ്ഡലം സൃഷ്ടിച്ചലങ്കരിച്ചിടുവീൻ കാണുവീൻ. ഇതിൽ ചിന്തിക്കുക, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുക, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ പറഞ്ഞു പോകും, പ്രഖ്യാപിച്ചു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, ഇതൊന്നും നീ മിഥ്യയായി ചുമ്മാ പടച്ചു വച്ചതല്ല തമ്പുരാനെ. സുബ്ഹാനക്, നീ എത്ര വിശുദ്ധനാണല്ലാ. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണമേ. നിസ്കാരം 5 നേരമുള്ളൂ, ആരാധനകൾ നിശ്ചയിച്ച സമയത്തേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അവന്റെ സൃഷ്ടി സംവിധാനത്തിലുള്ള ചിന്തയും ഒരു മുസൽമാന് സദാസമയത്തും അനിവാര്യമാണ്. അങ്ങനെ ബുദ്ധിയെ, ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നവരാണ് വിജയികൾ. കഞ്ചാവ് വലിച്ച്, കള്ളു കുടിച്ച്, മയക്കുമരുന്നിനടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ ബുദ്ധി ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉലുൽ അൽബാബിന്റെ പട്ടികയിൽ നിന്ന് അവർ പുറത്തു പോവുകയും ജീവിതത്തിന് ലക്ഷ്യം കാണാതെ അമ്പേ പരാജയപ്പെടുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രഗത്ഭരായ 3 സഹാബികൾ, സഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രസിദ്ധരും പ്രഗത്ഭരുമായ 3 ആളുകൾ. ആരാത്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ആള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹുവിനൊക്കെ ചൊല്ലിക്കോ, ഒരു നഷ്ടം വരില്ല. ഈ പ്രസിദ്ധരായ 3 സഹാബികൾ, ആ കൊച്ചു സംഘം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുന്നിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മൻ അഅലമുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് നബിയേ? ഏറ്റവും അറിവുള്ള ആലിം ആരാണ് നബിയേ? അവിടെന്ന് പറഞ്ഞു, അൽ-ആഖിൽ, ബോധമുള്ള, ബുദ്ധിയുള്ള മനുഷ്യൻ ആരോ അതാണ് അഅലമുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ മഹാപണ്ഡിതൻ. ഫഖാലു, അവർ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ഫമൻ അഅബദുന്നാസി യാ റസൂലല്ലാഹ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി, ഏറ്റവും വലിയ ആലിമ്, ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നു, മൻ അഅബദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ആരാധനയുള്ള വ്യക്തി ആരാണ്? കൂടുതൽ നന്മകൾ ചെയ്ത്, കൂടുതൽ ഹസനത്ത് ചെയ്ത്, ഇബാദത്ത് ഏറ്റവും അധികം വാരിക്കൂട്ടി സമ്പാദിച്ച ആബിദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുള്ള ആൾ ആരാണ് നബിയെ? ഫഖാല, മുത്തുനബി പറഞ്ഞ മറുപടി, അൽ-ആഖിൽ, ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യൻ. ഖാലു, അവർ വീണ്ടും ചോദിച്ചു, ഫമൻ അഫ്ളലുന്നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള, മഹത്വമുള്ള, സ്ഥാനമുള്ള, അല്ലാഹുവിങ്കൽ അഫ്ളലായ, ഉത്തമനായ അടിമ ആരാണ് നബിയെ? ഫഖാല അൽ-ആഖിൽ, ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ. എല്ലാത്തിനും ഒരേ ആൻസർ. ഈ 3 സഹാബികൾ ചോദിച്ചു, ബുദ്ധിമാൻ 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 എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ, മാന്യമായി സംസാരിക്കുന്ന, നല്ല വേഷമണിഞ്ഞ, നല്ല ജീവിത നിലവാരമുള്ള ആ ആളെ കുറിച്ചാണോ ബുദ്ധിമാൻ എന്ന് പറയുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞത് ദുന്യാവിൻ്റെ കേസാണ്.
അങ്ങനെ ബുദ്ധിമാന്മാരാകണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരായിരിക്കണം? ഇലോൺ മസ്ക്, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ഞാൻ പത്രത്തിൽ വായിച്ചു, ഇലോൺ മസ്ക്. രണ്ടാം സ്ഥാനം മൈക്രോസോഫ്റ്റ് മുതലാളി ബിൽ ഗേറ്റ്സ് പോലത്തെ ആളുകൾ. അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ അവരെ ബുദ്ധി ഭൗതിക കാര്യത്തിലാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നല്ല സംസാരവും നടപ്പും നീക്കുപോക്കുള്ള ആളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അൽ-ആഖിലു ഹുവൽ മുത്തഖി, ഞാൻ പറഞ്ഞ ബുദ്ധിമാൻ ജീവിതത്തിലുടനീളം അടക്കത്തിലും മനക്കത്തിലും എല്ലാ ശ്വാസങ്ങളിലും പടച്ച തമ്പുരാനെ കുറിച്ച് ബോധമുള്ള, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കുന്ന, അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുന്നവനാരോ അവനെ കുറിച്ചാണ് ഞാൻ അൽ ആഖിൽ എന്ന് പറഞ്ഞത്. ബോധമുള്ളവൻ. ഈ ബോധപൂർവം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് മയക്കുമരുന്നിന്റെ അടിമകൾ, കള്ളിന്റെയും കഞ്ചാവിന്റെ അടിമകൾ. മാത്രല്ല മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തിന് അള്ളാഹു മാർക്കിടുന്നതിൻ്റെ മാനദണ്ഡം എന്താ? ഇന്നിപ്പോൾ നിങ്ങളും ഞാനും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു. ഇന്ന് പല നന്മകളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും, സുബഹി നിസ്കരിച്ചവരുണ്ടാവും ജമാഅത്തായിട്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഈ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു മാർക്കിടുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ബോധത്തിന്റെ അടിസ്ഥാനത്തിലേ മാർക്കുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ലാ യുഅ്ജിബന്നകും ഇസ്ലാമു മ്രിഇൻ ഹത്താ തഅരിഫു മഅഖൂദ അഖ്ലിഹി. ഒരാളുടെ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾ, വേഷവിധാനങ്ങൾ, കർമ്മങ്ങളുടെ ആധിക്യം, അതിൻ്റെ പെരുപ്പം, നന്മകളുടെ ആധിക്യം, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. അതൊന്നും കണ്ടിട്ട് അയാൾക്ക് നിങ്ങൾ മാർക്കിടണ്ട. ഞാനത് കണ്ട് മാർക്കിടൂല. ഹത്താ തഅരിഫു മഅഖൂദ അഖ്ലിഹി. അയാളെ ബുദ്ധി എവിടെ കൊണ്ടുപോയിട്ടാ കെട്ടിയിട്ടുള്ളത്? ബുദ്ധി എവിടെയുമായിട്ടാണോ ലിങ്കായിട്ടുള്ളത് അത് നോക്കിയിട്ടേ ഞാൻ മാർക്ക് കൊടുക്കുള്ളൂ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി. ഒരു അടിമക്കും ഒരു മനുഷ്യനും നിസ്കാരത്തിൽ നിന്ന് കിട്ടുകയില്ല ഇല്ലാ മാ അഖല മിൻഹ. ആ നിസ്കാരത്തിൽ ബോധപൂർവം എത്ര ശതമാനം ഉണ്ട് ആ ശതമാനം അള്ളാഹ് എടുക്കുള്ളൂ. വജ്ഹത്ത് ഓതിയപ്പോഴെ വെളിവുള്ളായിരുന്നു, അതുണ്ടാവും. ഒരു സുജൂദിൽ ചെന്നപ്പോൾ മാത്രമേ പടച്ചമ്പുരാനെ മരിക്കണല്ലോ അല്ലാ, പടച്ചോനെ ഉള്ളോണ്ട് വിളിച്ചിട്ട് ഒരു സുജൂദിൽ അതേ ഉണ്ടാവുള്ളൂ. ലൈസലിൽ മർഇ, ഒരു മനുഷ്യനും ലഭ്യമല്ല, മിൻ സ്വലാത്തിഹി, അവൻ നിർവഹിക്കുന്ന നിസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രശ്നമില്ല. ഏതൊഴികെ? ഇല്ലാ മാ അഖല മിൻഹാ. ആ നിസ്കാരത്തിൽ ബോധം എത്ര ശതമാനം ഉണ്ട് അതേ കിട്ടൂ. അതിനപ്പുറത്ത് കിട്ടുന്ന പ്രശ്നമില്ല. നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ മാർക്ക് ബോധത്തിന്റെയും വെളിവിന്റെയും അടിസ്ഥാനത്തിലാണ്. മാത്രല്ല, നാളെ പരലോകത്ത് നരകത്തിലേക്ക് ടിക്കറ്റ് ലഭിച്ച് ഖേദത്താൽ കൈകടിച്ച് ബേജാറോടെ അസ്വസ്ഥരായി വിറക്കുന്ന കൈകാലുകളോടെ നിരാശ പൂണ്ടിരിക്കുന്ന കുറ്റവാളികളോട് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്ത് യാസീനിൽ, നാം പതിവാക്കുന്ന യാസീനിൽ എന്താണ് അല്ലാഹ് ചോദിക്കുക? എന്താടാ നിസ്കരിക്കാഞ്ഞേ, എന്താടാ കള്ളുടിച്ചത്? ഇതൊന്നും അല്ല ചോദിക്കുക. ഇതിന്റെയൊക്കെ അടിസ്ഥാന ബിന്ദു ആണ് അല്ലാഹു ചോദിക്കുക. അഫലം തകൂനു തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. അഫലം തകൂനു തഅഖിലൂൻ. തലച്ചോറ് തന്നിരുന്നല്ലടാ നിങ്ങൾക്ക് ഞാൻ, വെളിവ് തന്നിരുന്നല്ലടാ നിങ്ങൾക്ക് ഞാൻ. ആ തലച്ചോറ് കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? നിങ്ങൾ ചിന്തിക്കാത്തതാണ് നിങ്ങൾക്ക് പറ്റിയ അടിസ്ഥാന കുറ്റം, കുഴപ്പം. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ തന്ന ബുദ്ധി ദുരുപയോഗം ചെയ്തു, മയക്കുമരുന്നിന്റെ പിറകെ പോയിട്ട് ആ ബുദ്ധി നിങ്ങൾ തളർത്തി തകർത്ത് കളഞ്ഞു. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ നരകം തന്നെ. ഈ സുലൗഹൽ യൗമ, ഇന്ന് നിങ്ങൾ അതിൽ കിടന്ന് പൊരിഞ്ഞോളൂ, വെന്തോളൂ, വേറൊന്നും ചെയ്യാല്ല. എന്താ തെറ്റ്? അഖ്ല് ഉപയോഗപ്പെടുത്തിയില്ല എന്നത്. ഇസ്ലാം ബുദ്ധിയുടെ ശാസ്ത്രമായതുകൊണ്ട് ഒരു മുസൽമാൻ സദാ ബോധത്തോടെ ചിന്തയോടെ ജീവിക്കേണ്ടവനായതുകൊണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മേഖലയെ ഇസ്ലാം കർശനമായി വിലക്കിയിരിക്കുകയാണ്.
ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഈ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ്. ചിലർ ഡയറക്റ്റായിട്ട് കള്ളുമായിട്ട് ബന്ധമുണ്ടാവില്ല, കഞ്ചാവുമായിട്ട് ബന്ധമുണ്ടാവില്ല, മയക്കുമരുന്നായിട്ട് ബന്ധമുണ്ടാവില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ബന്ധമുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടാകൂല, അതിനോട് വെറുപ്പുള്ള ആൾ തന്നെ. ഒരിക്കൽ പോലും മദ്യം രുചി നോക്കാത്ത ആൾ. ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ വരുന്ന പട്ടിക അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ആ സാധനം തൊട്ടിട്ടില്ല, അതിനോട് ഇഷ്ടമല്ല, എന്നിട്ടും ആള് പ്രതി. അങ്ങനെ വരുന്നത് മദ്യം സമ്മാനമായി നൽകുന്നവർ, കൈക്കൂലിയായി നൽകുന്നവർ, തന്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ചുളിവിൽ മദ്യം വിളമ്പി കൊടുക്കുന്ന ആളുകൾ, ഇവരും പ്രതികൾ തന്നെ. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു മദ്യക്കുപ്പിയുമായി വരുന്നു, നിരോധന ശേഷം, സമ്പൂർണമായ വിലക്കിന് ശേഷം ഒരു കള്ള് കുപ്പിയുമായി മുത്ത് റസൂലിന്റെ മുന്നിൽ വരുന്നു. റസൂൽ ചോദിച്ചു, എന്താടാ ചങ്ങാതി, ഇത് ഹറാമാക്കിയതല്ലേ അല്ലാഹ്, എന്താ ഇതും കൊണ്ട് പേറി നടക്കണ എന്താ? യാ റസൂൽ അല്ലാഹ്, ഞാൻ ഇത് വിറ്റോട്ടെ, ഞാൻ കഴിക്കൂല, എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കൂല, ഞാൻ ഇത് വിറ്റോട്ടെ. പാനം ചെയ്യൽ ഹറാമാക്കിയ തമ്പുരാൻ അതിന്റെ വിൽപ്പനയും ഹറാമാക്കിയിരിക്കുന്നു, വിൽക്കാൻ പാടില്ല. അയാൾ ചോദിച്ചു, വിൽക്കാൻ പറ്റൂലെങ്കിൽ എന്നാ ജൂതന്മാരെ സൽക്കരിച്ചോട്ടെ, അവർ കുഴമറിഞ്ഞ സമുദായമല്ലേ, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ജൂതന്മാരെ സൽക്കരിച്ചോട്ടെ. ഹറാമായ ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് ജൂതനെയായാലും മറ്റാരെയായാലും സൽക്കരിക്കാൻ പാടില്ല, അതും അല്ലാഹു വിലക്കി. ഞാനിപ്പോ ഈ കുപ്പി എന്താ ചെയ്യാ വെച്ചു, മരുഭൂമിയിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിച്ച് കളഞ്ഞ് ഒഴിവാക്ക്, അത് തൊട്ട് നടക്കണ്ട, അപകടമാണ്. മുഅ്മിനീങ്ങളെ, ഇത് നേർക്ക് നേരെ ഉപയോഗിക്കാത്ത പലരും കാര്യനിർവഹണത്തിന് വേണ്ടി കൈക്കൂലിയായി, വില്ലേജ് ഓഫീസർ കുപ്പിൻ്റെ ആളാ, വീട്ടിൽ കുപ്പി എത്തിച്ചാൽ മതി. ഞാൻ കേട്ടത് എൻ്റെ ചെവി കൊണ്ട് ഒരുത്തൻ പറയുന്നത്, വില്ലേജ് ഓഫീസർ കുപ്പിൻ്റെ ആളാണ്, വീട്ടിൽ കുപ്പി ഒപ്പിച്ചാൽ ഒപ്പ് പെട്ടെന്ന് നടക്കുന്നു. പോലീസുകാരെ, അനുയായികളെ, രാഷ്ട്രീയക്കാർ കാര്യലാഭത്തിന് വേണ്ടി മദ്യം വിളമ്പുന്ന സാഹചര്യം, ഇവരൊക്കെയും അള്ളാഹുവിന്റെ ശാപം പിടിച്ചുപറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഇത് വിൽക്കുന്നവനും വാങ്ങുന്നവനും കുടിക്കുന്നവനും മാത്രമല്ല ഇതിൽ പ്രതികളാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ കേസിൽ ആ മേഖലയിൽ പ്രത്യക്ഷമായി പരോക്ഷമായി ഇടപെടുന്ന 10 വിഭാഗത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. തുർമുദിയും അഹ്മദ് റഹിമഹുല്ലയൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ എന്ത് 10 ടീമിനെ ലഹരിയുടെ കാരണത്താൽ അള്ളാഹു 10 വിഭാഗത്തെ ശപിച്ചിരിക്കുന്നു. ശപിക്കെന്ന് പറഞ്ഞാൽ ഇബിലീസിന്റെ കൂടെ ഒരു വാലുണ്ട്, ഇബിലീസ് ലഅനത്തുല്ലാൻ. അബൂജഹലിന്റെ പേരിന്റെ കൂടെ ഒരു വാലുണ്ട്, ലഅനത്തുല്ലാൻ. ഈ വാല് കൂടെ വരുന്നു. അള്ളാഹു കാക്കട്ടെ. അള്ളാന്റെ ശാപമേറ്റവൻ എന്ന ദുഷിച്ച ഏറ്റവും അപകടകരമായ പേര് തൻ്റെ പേരിന്റെ കൂടെ വരുന്നാണ് ഇപ്പൊ ഈ പറയുന്നത്. 10 വിഭാഗത്തെ. ഏതാ ഈ 10 വിഭാഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു വന്നു. ആസ്വിറഹ വമുഅ്തസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി. 5. ഹാമിലഹ, അത് പിഴിഞ്ഞുണ്ടാക്കാൻ കൽപ്പിച്ച ആള്. മദ്യനിർമ്മാണത്തിന് ഉത്തരവിട്ടവൻ, അവൻ അള്ളാഹുവിന്റെ ശാപമേറ്റിരിക്കുന്നു. 1. വമുഅ്തസിറഹ, ആ ഉത്തരവ് ചെവിക്കൊണ്ടനുസരിച്ചുകൊണ്ട് മദ്യം നിർമ്മിച്ചു കൊടുക്കുന്ന തൊഴിലാളികൾ, അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തേറ്റിരിക്കുന്നു. വശാരിബഹ, അത് പാനം ചെയ്യുന്നവർ, കുടിക്കുന്നവർ, അകത്താക്കുന്നവർ, അവർക്കും അള്ളാഹുവിന്റെ ലഅനത്തേൽക്കുന്നതാണ്. തീർന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന്റെ പട്ടിക അങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹാമിലഹ, അതിന്റെ കേരിയറാകുന്ന ആള്. കേരിയറാകുന്ന അത് കൈ പിടിച്ച് നടക്കുന്ന ആള്, അതിന്റെ വണ്ടി ഓടിക്കുന്ന ആള്. വഹാമിലഹ, അത് വഹിച്ച് നടക്കുന്ന ആൾ. വൽ മഹ്മൂലത ഇലൈഹി, അത് എവിടെ കൊണ്ടുപോയി വെക്കുന്നു, ആരുടെ മുന്നിലാണോ കസ്റ്റഡിയിലാണോ ഈ സാധനം കൊണ്ടുപോയി വെക്കുന്നത് അയാള്. ഉദാഹരണം, ഒരാൾ കുപ്പിയേറ്റ് വന്നു, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ബാങ്കിലൊന്ന് പോയി ഒരു 5 മിനിറ്റ്. അതെന്താ, ഞാൻ ഇപ്പോൾ ബീവറേജിൽ നിന്ന് വരികയാണ്, ഇതും താങ്ങി പിടിച്ച് നടക്കണ്ട, ചുമ്മാ ഒരു അരമണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ.
ഇതിന് മൗനാനുവാദം നൽകിയാൽ അവനും അള്ളാൻ്റെ ലഅനത്തേൽക്കുമെന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിപ്പോൾ പൊതിഞ്ഞുകൊണ്ട് സാധനം എന്താണെന്ന് അറിയൂല, അവിടെ ഇരുന്നോട്ടെ 1/2 മണിക്കൂർ, അവൻ ബാങ്കിൽ പോയി തിരിച്ചു വന്ന് കൊണ്ടുപോകലോ. ശാപമേൽക്കും. വഹാമിലഹാ, അത് വഹിച്ച് നടക്കുന്നവൻ, വൽ മഹ്മൂലത ഇലൈഹി, അത് ഏറ്റെടുത്ത് തൽക്കാലം സൂക്ഷിക്കുന്നവൻ, വസാഖിയഹാ, മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും പഴങ്ങളും നട്ട് വെള്ളം നനക്കുന്ന ആള്. കള്ളുണ്ടാക്കാനായിട്ട് മുന്തിരി വള്ളി നട്ടവര്, അത് നനക്കുന്ന ആൾക്കാർ. കള്ളുണ്ടാക്കാനായിട്ട് ധാന്യം ഗോതമ്പ് കൃഷി ചെയ്ത ആള്, ഭക്ഷണത്തിന് വേണ്ടിയല്ല, ഇതിനു വേണ്ടി കൃഷി ചെയ്ത് നനക്കുന്ന ആളുകൾ. അത് വിൽക്കുന്ന ആളുകൾ, ഏത് ഖൈറുന്നീസയായാലും ശരി, ഏത് താത്തയാണെങ്കിലും ശരി, വിൽക്കുന്ന ആളുകൾ. അതിൻ്റെ ലാഭം തിന്നുന്ന ആളുകൾ. പടച്ചോനെ, ലാഭം തിന്നാന്നപ്പോൾ ഞാൻ തിന്നണില്ല എന്ന് എനിക്കിങ്ങനെ ആവേശത്തോടെ പറയാൻ പറ്റും അല്ലേ? എവിടെ പറ്റും? നമ്മുടെ ഖജനാവിൻ്റെ പ്രധാന വരുമാനം കള്ള് കച്ചവടം ചെയ്ത ലാഭാണ്. ആണോ അല്ലേ? അതുകൊണ്ടാണ് സൂക്ഷ്മതയുള്ള ഉലമാവൊക്കെ പറയുന്നത്, നിങ്ങൾ തിന്നേണ്ടത് ഹലാലുൻ ത്വയ്യിബ് തിന്നണമെന്നാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത്. അനുവദിക്കപ്പെട്ടതൊക്കെ നിങ്ങൾ വെട്ടി വിഴുങ്ങേണ്ട, ത്വയ്യിബൻ പരിശുദ്ധായതേ നിങ്ങൾ തിന്നാവൂ, മക്കളെ തീറ്റിക്കാവൂ. സർക്കാർ നമുക്കൊരു ഫണ്ട് തന്നത് ഹലാലാണ്, അനുവദനീയാണ്, ഹറാമൊന്നുമില്ല. പക്ഷേ ഇത്തരം ഹറാം കലർന്ന ഫണ്ട് അതിനകത്തുണ്ടെങ്കിൽ അത് ത്വയ്യിബാവൂല. സൂക്ഷ്മതയുള്ള ആലിമ്യങ്ങൾ പറഞ്ഞല്ലോ, പണ്ട് ഹജ്ജിന് സബ്സിഡി ഉണ്ടായിരുന്ന കാലത്ത് ആ സബ്സിഡി കൊണ്ട് ഹജ്ജിന് പോകണ്ട. കാരണം ഹലാലുൻ ത്വയ്യിബ് കൊണ്ട് ഹജ്ജിന് പോകണം. പൊതു ഖജനാവിൽ നിന്ന് 10,000 കിട്ടുകയാണെങ്കിൽ എല്ലാ ജാതിൻ്റെയും ഫണ്ടല്ലേ അത്. മാത്രമല്ല, വെളിയിൽ കവലയിൽ നിന്നിട്ട് പ്രസംഗിക്കുകയാണ്, ഞങ്ങൾക്ക് പൊരുത്തമില്ല കാക്കാമാർ പൊതു ഖജനാവിലെ ഫണ്ട് സബ്സിഡി മേടിച്ച് ഹജ്ജിന് പോകുന്നത്. അങ്ങനെ ത്വയ്യിബാവുക, ഹലാലാവും, ത്വയ്യിബാവും. ചിന്തിക്കേണ്ട വിഷയമാണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറയുന്നു, തുടർന്ന് പറയുന്നു, വൽ മുശ്തരി ലഹാ, അത് മേടിക്കുന്ന ആള് കഴിക്കണില്ല, മേടിക്കുകയാണ്. എന്തിനാ മേടിക്കണത്? പണിക്കാർക്ക് കൊടുക്കാനാ. നാളെ വാർക്കയാണ്. പണിക്കാരും ചോദിക്കും, വാർക്കേണ്ട ദിവസം കുപ്പിയില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് ഭായിമാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വീട് വാർക്ക ദിവസം വൈകുന്നേരം ഇതുണ്ടാവില്ലേ, ഞാൻ ഏതാ സാധനം എന്ന് അറിയാതെ ചോദിച്ചതാ. അപ്പൊ എല്ലായിടത്തു നിന്ന് കിട്ടുന്നുണ്ട് നാളെ എന്ന് മനസ്സിലാക്കേണ്ടത്. ജോലിക്കാർക്ക്, തൊഴിലാളികൾക്ക് വേണ്ടി മേടിക്കുന്നത് വൽ മുശ്തരി ലഹാ വൽ മുശ്തറാത ലഹു. ആർക്ക് വേണ്ടി? ഇപ്പൊ ഞാൻ ഒരാളെ വിട്ടു, എനിക്കല്ല നിനക്കും അല്ല കേട്ടോ, ആ ഉദ്യോഗസ്ഥന് കൊടുക്കാനാ മേടിച്ചുകൊണ്ടിരുന്നത്. മേടിപ്പിച്ച ഞാൻ മേടിച്ചു കൊണ്ടിരുന്ന അയാള് ആർക്ക് വേണ്ടിയാണോ? എല്ലാവരും മൽഊനാണ്. ഈ മേഖലയിലെ 10 വിഭാഗവും ശപിക്കപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മൂവാറ്റുപുഴക്കാരെ, നിങ്ങൾ ആ മേഖലയിൽ നിന്നൊന്നും മാറി നിന്നോളൂ. അള്ളാന്റെ ശാപേറ്റാലേ കിടക്കാൻ സുഖം ഉണ്ടാവില്ല, ഇരിക്കാൻ സുഖം ഉണ്ടാവില്ല, കുടുംബത്തിൽ സുഖം ഉണ്ടാവില്ല. അത്തരം മേഖലകളിൽ നിന്ന് മാറുക.